ഹലോ മൈ ഡിയർ CBSE 10 ഫാമിലി മക്കളെ, സാർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സാറിന് അറിയാം. നമ്മുടെ സോഷ്യൽ കഴിഞ്ഞു, പറഞ്ഞിട്ടുള്ള ഹിന്ദി അവസാനത്തെ ഹിന്ദി പരീക്ഷ വരെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പം നന്നായിട്ട് നിങ്ങൾ എഴുതിയെന്നാണ് സാറിന് വിശ്വാസം. നന്നായിട്ട് എഴുതിയെങ്കിൽ നിങ്ങൾ എന്ത് ഒന്ന് പറയാം. ഇന്നിപ്പോൾ സാറ് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എക്സാമിൻ്റെ ടെൻഷനിൽ നിൽക്കുകയെന്ന് സാറിന് അറിയാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ ചെറിയൊരു കാര്യം നമുക്കോട് ചോദിക്കാൻ പോവാണ്. എന്താണ് നിങ്ങളുടെ ഡ്രീം എന്നുള്ളത്? ഓക്കെ, വാട്ട്സ് യുവർ ഡ്രീം എന്നുള്ള കാര്യം. നിങ്ങൾ എന്താണ് സ്വപ്നം മക്കളെ? നിങ്ങൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾ ഇനിയിപ്പോൾ ഹയർ സെക്കൻഡറി പോവാണ്, +1 +2 പോവാണ്. അത് കഴിഞ്ഞിട്ട് എന്താ നിങ്ങൾ ആവാൻ ആഗ്രഹം? നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഹരിസാറിന് പണ്ട് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ സ്വിച്ച് ചെയ്യലായിരുന്നു പണി. ഇപ്പോൾ നമുക്ക് പണ്ട് ടീച്ചർ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ അത് മാറി ജേർണലിസ്റ്റ് ആവാനുള്ള ആഗ്രഹം ഉണ്ടായി, പിന്നെ അതിന് ശേഷം ടീച്ചർ മാറിയിട്ട് ജേർണലിസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ UPSC സിവിൽ സർവീസ് അങ്ങനെ കുറേ ആഗ്രഹം ഉണ്ടായി. അതിനുശേഷം നമുക്ക് സിനിമ കാണുമ്പോൾ സിനിമയിൽ നിന്നുള്ള ഓരോ ആളുകൾ ഇപ്പോൾ പൈലറ്റ് ആവാനുള്ള ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. നിങ്ങളെ ആഗ്രഹം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾ എന്താണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് നോക്കുക, എനിക്ക് എന്താ ആവാൻ ആഗ്രഹം, അങ്ങനെ എന്തെങ്കിലും ഒരു ആംബിഷൻ ഉണ്ടോ എനിക്ക് എന്നുള്ള സാധനം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനോട് നിങ്ങൾ എന്ത് ചെയ്യുക, പറയാം. ഇത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എനിക്ക് എന്താവണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സാർ ഇതിലൂടെ വന്നിട്ടുള്ളൂ. നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കണം. നിങ്ങളെ പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ട്, നിങ്ങൾ CBSE കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് പോകുന്നുണ്ട് മുന്നോട്ട്. അപ്പോൾ ആ ഡ്രീം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് സാർ വന്നെന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡ്രീം നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡ്രീമിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടത്, അതിന് ഹരിസാറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ള കാര്യം ഈ വീഡിയോയുടെ അവസാനം ആകുമ്പോഴത്തേക്ക് സാർ പറഞ്ഞുതരാം. ഓക്കെ, റെഡി? അപ്പോൾ അവിടെയാണ് പറഞ്ഞു വെക്കണം സാർ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ ഡ്രീം ജോബ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ഫിക്സ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഡ്രീം ജോബ്? എനിക്ക് എന്തെടുക്കണം, എനിക്ക് എൻ്റെ ലൈഫിൽ എന്ത് ഹാപ്പിനെസ് കൊണ്ടുവരുന്ന എന്ത് സാധനമാണുള്ളത്, എനിക്കത് ചെയ്യുമ്പോൾ എൻ്റെ ലൈഫിൽ അത് ഫുൾഫിൽ ചെയ്യുന്നത്, ഇപ്പോൾ ഹാപ്പിനെസ് അല്ലെങ്കിൽ പീസ്, സമാധാനം എൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന എന്ത് ഡ്രീം ജോബാണ് എനിക്കുള്ളത് എന്ന് എൻ്റെ മക്കളൊന്ന് ചിന്തിച്ച് വെക്കുക. അവിടെയാണ് ഈ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് എൻ്റെ മക്കൾ മുന്നിലേക്ക് വരും. സാർ നേരത്തെ പറഞ്ഞ പോലെ സാറിന് പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു IAS ആവാൻ, അല്ലെങ്കിൽ ഒരു IPS ഓഫീസർ ആവാൻ, എന്നിട്ട് ഇങ്ങനെ ഒരു പിക്ചറിൽ ക്ലിക്ക് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹമാണല്ലോ എല്ലാം. ഓക്കെ, പക്ഷേ സാറിന് ടീച്ചിങ് ഭയങ്കര അതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടമാവുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ടീച്ചറായിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കറിയാം മക്കളെ, അതിനുശേഷം നിങ്ങളിവിടെ കാണുന്നതിന് ടീച്ചിങ്. സാറിൻ്റെ അനുജത്തിക്ക് സിസ്റ്ററിന് ടീച്ചറാവാൻ ഭയങ്കര ആഗ്രഹമാണ്. ആളിപ്പോൾ BEd കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ ആളുകൾക്ക് ഓരോ പ്രിഫറൻസ് ആണ്, എന്താവണം ജീവിതത്തിൽ എന്താവണം എന്നുള്ളത് ഓരോ പ്രിഫറൻസ് ആണ്. അപ്പോൾ ടീച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വക്കീലന്മാരെ കാണാൻ പറ്റും, അഡ്വക്കേറ്റ്സിനെ കാണാൻ പറ്റും. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഡ്രീം ജോബുകളുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, അതിനുശേഷം നിങ്ങൾ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും എൻട്രൻസ് കോച്ചിങ്ങിന് പോകുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ലെവലിൽ നിങ്ങൾ കരിയർ ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഫിക്സ് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത്. ഒരു ചെറിയൊരു വേഗ് ആയിട്ടുള്ള ഒരു ഐഡിയ എങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. എന്താണ് നിങ്ങളെ മനസ്സിലാവേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആയി തീരേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളൊരു പിക്ചർ കാണാൻ പറ്റും, ഡോക്ടർ അല്ലേ? ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ഡോക്ടർ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ ഫീൽഡ്, ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ സംഭവം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡ്. ഇതാണ് നമ്മൾക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാവരും നിങ്ങളോട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ, 10ാം ക്ലാസ് കഴിഞ്ഞപാട് നിങ്ങൾ നീറ്റ് എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം, അല്ലെങ്കിൽ JEE എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം അല്ലേ? മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ അത് നീറ്റാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ JEE ആണെങ്കിൽ അത് എന്താണ്, എഞ്ചിനീയറിംഗ് ഫീൽഡാണ്, മാത്സുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ സാർ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ഡോക്ടർ ആവാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എഞ്ചിനീയർ ആവാനൊക്കെ ആഗ്രഹം എൻ്റെ മക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുക്കണം? നിങ്ങൾ +1 +2 നിങ്ങൾ എടുക്കേണ്ടത് സയൻസാണ്. നിങ്ങൾ എടുക്കേണ്ടത് സയൻസ് സ്ട്രീമാണ്. കാരണം ഇവിടെ എന്താണ് നിങ്ങൾക്ക് അറിയാം മക്കളെ, ഡോക്ടർ ആവാൻ എന്താണ്, ഓഫ് കോഴ്സ് നിങ്ങൾ ബയോളജി പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ഫിസിക്സ് പഠിക്കണം, എല്ലാം പഠിക്കണം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേറെ ഒരു വിഷയങ്ങളിലേക്ക് പോകാൻ പറ്റൂല. നെക്സ്റ്റ് നിങ്ങൾ അറിയേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള JEE പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റുള്ളൂ. അവിടെ മാത്തമെറ്റിക്സ് ആണ്, ബയോളജി ഉണ്ടാവില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഭാവി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കാം. അപ്പോൾ സാർ എങ്ങനെയാണ് സാർ, എനിക്ക് ആഗ്രഹമുണ്ട്, ഇതൊക്കെ ആവാൻ ആഗ്രഹമുണ്ട്, ഞാൻ എന്ത് ചെയ്താലാണ് ഇനിയിപ്പോൾ എനിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് എക്സാമിന് ഫാമിലിയുടെ ഭാഗത്തു നിന്ന് തരാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് മക്കളെ. അവിടെയാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചസ് ഉള്ളത്. നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ ബാച്ചസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ഫോർ സയൻസ് സ്ട്രീമിനുണ്ട്, പ്ലസ് കൊമേഴ്സ് സ്ട്രീമിനും കൂടി ഉണ്ട്. എനിവേ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എത്രയേ ഉള്ളൂ, നമ്മുടെ അഗ്നി ബാച്ച് എന്ന് പറഞ്ഞ ബാച്ച് ഉണ്ട്. 5,999 rupees നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു വർഷത്തേക്ക് നിങ്ങൾ +1ലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡോക്ടർ ആവാനൊക്കെ ആഗ്രഹമുള്ളവർ, സയൻസ് എടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്ത് ചെയ്യുക,
നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കുക. 5,999 പ്രൈസിന് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഈ പറഞ്ഞുള്ള ഫുൾ സിലബസിൻ്റെ ലൈവ് ക്ലാസ്സസും കിട്ടുന്നതായിരിക്കും, PDF ക്ലാസ് നോട്ട്സ് കിട്ടുന്നതായിരിക്കും, ഫുൾ സിലബസിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും, അതുപോലെ തന്നെ ഫ്രീ എക്സാമിനറിൻ്റെ ഗൈഡും കാര്യങ്ങളും തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആദ്യത്തെ 1000 പേരൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത്രയും വലിയൊരു എമൗണ്ട് ഓഫ് മണിയുടെ ഗൈഡും കാര്യങ്ങളും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ ചാപ്റ്റർ വൈസുള്ള വർക്ക്ഷീറ്റ് കിട്ടുന്നതായിരിക്കും, ചാപ്റ്റർ വൈസുള്ള എക്സാംസും PYQ സൊല്യൂഷൻസും മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, സയൻസ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. ഇനി അതേ അഗ്നി ബാച്ചിൻ്റെ അതേ ഫീച്ചേഴ്സോട് കൂടിയിട്ട് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, നീറ്റ് പഠിക്കാം, ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹമുള്ള ആരെങ്കിലൊക്കെ ഇവിടെ നിന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ, നമ്മളെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാം. നീറ്റ് പഠിക്കാൻ 8,999 റുപ്പീസിന് 1 ഇയറിലേക്ക് നിങ്ങൾ അഗ്നി ബാച്ചിൻ്റെ എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, നീറ്റ് പൃഥ്വി ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അവിടെ നിങ്ങൾ അഗ്നി ബാച്ചിൻ്റെ ഈ പറഞ്ഞുള്ള സയൻസ് ബാച്ചിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നതായിരിക്കും. പ്ലസ് നിങ്ങൾക്ക് അവിടെ നീറ്റും കൂടെ പഠിച്ചെടുക്കാൻ പറ്റും. ഡോക്ടർ ആവണം, എനിക്ക് ഹെൽത്ത് കെയറിൽ അല്ലെങ്കിൽ മെഡിക്കൽ സിസ്റ്റത്തിൽ ഏറ്റവും കിഡിലോസ്കി ആയിട്ടുള്ള ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എക്സ്പേർട്ട് ആവണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിട്ടുള്ള പൃഥ്വി ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ മക്കളെ. അവിടെ നിങ്ങൾക്ക് ബയോളജി അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, റെഡി, നീറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ അല്ല സാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മാത്സ് JEE ആണ് താല്പര്യം എന്നുള്ളവർക്കൊക്കെ നമ്മുടെ യോധ ബാച്ച് അവൈലബിൾ ആണ് അല്ലേ, നമ്മുടെ JEE ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും മക്കളെ. അവിടെ സെയിം പ്രൈസ് 8,999 റുപ്പീസിന് നിങ്ങൾക്ക് യോധ ബാച്ച് അവൈലബിൾ ആയിരിക്കും. അഗ്നി ബാച്ചിന് എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. പ്ലസ് നിങ്ങൾക്ക് അവിടെ എന്തും കൂടെ പഠിക്കാം, JEE കൂടെ പഠിച്ചെടുക്കാം എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. പക്ഷേ അപ്പോൾ സാർ കൊമേഴ്സ് എടുക്കുന്നവർ ഞങ്ങൾ എന്ത് ചെയ്യും, എനിക്ക് കൊമേഴ്സ് ആണ്, MBA ആണ്, എനിക്ക് വലിയ മാസ്റ്റേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ആവാൻ താല്പര്യമുണ്ട്, ഇവന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൊമേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സെയിം പ്രൈസിൽ നിങ്ങൾക്ക് കൊമേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. കൊമേഴ്സ് ബാച്ചിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഫുൾ സിലബസിന്റെ ലൈവ് ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും, PDF ക്ലാസ് നോട്ട്സ് കിട്ടുന്നതായിരിക്കും, ഫുൾ സിലബസിന്റെ റെക്കോർഡ് ക്ലാസ്സും അതുപോലെ തന്നെ ഗൈഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും, ചാപ്റ്റർ വൈസുള്ള വർക്ക്ഷീറ്റും ചാപ്റ്റർ വൈസുള്ള എക്സാംസും PYQ സൊല്യൂഷൻ മോഡൽ എക്സാംസും എല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, ബിസിനസ് മാൻ ആയിരിക്കണം, എനിക്ക് വലിയൊരു ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങിയിട്ട് വലിയ ആളാവണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് കൊമേഴ്സ് ആണ് താല്പര്യമെങ്കിൽ, ലോജിസ്റ്റിക്സ് താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെ ലോജിസ്റ്റിക്സും അത് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ ജോല ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, റെഡി. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ മക്കളോട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത്രേ നിങ്ങൾ വേണ്ടി വരുള്ളൂ സാർ, ഇത്രേ എൻ്റെ മക്കളോട് പറയുന്നുള്ളൂ. നിങ്ങളുടെ മനസ്സിലൊരു ഡ്രീം ഉണ്ടാക്കിയെടുക്കുക ഇപ്പോഴേ, എന്നിട്ട് നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. മാക്സിമം എൻ്റെ മക്കൾ വർക്ക് ചെയ്യുക. അതിനോട് കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നീതി പുലർത്തി കഴിഞ്ഞാൽ ജസ്റ്റിസ് ടു ദ ഡ്രീം, നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഡ്രീമാണത്. ആ ഡ്രീമിനോട് നിങ്ങൾ ജസ്റ്റിസ് കാണിച്ചുകൊണ്ടിരുന്നാൽ, എല്ലാ ദിവസവും നിങ്ങൾ ജസ്റ്റിസ് കാണിച്ചുകൊണ്ടിരുന്നാൽ അവസാനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഉണ്ട് മക്കളെ, ദാറ്റ് ഈസ് അൺബിലീവബിൾ എന്ന് സാറ് പറയും. നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ കിട്ടാൻ പോകുന്ന, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും. ഓക്കെ, ആ ഒരു നീതി, ആ ഒരു സംഭവം ഞാൻ എൻ്റെ സ്വപ്നത്തിനോട്, എൻ്റെ ഡ്രീമിനോട് ഞാൻ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു വിശ്വാസ്യതയുണ്ട്. അതിനോട് ആ ലോയൽറ്റി ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല എന്ന് വിശ്വാസമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, സാറിനോട് പറയാം. സാറിനെ പോലെ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതും കൂടെ പറയാം, സാർ ഇന്നത് ഇതാണ്, അത് കഴിഞ്ഞിട്ട് ഇതാണ് എന്നുള്ള സ്വിച്ച് ചെയ്യുന്ന സ്വഭാവം കരിയറിൻ്റെ കാര്യത്തിൽ അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ മക്കൾക്ക് അറിയാം, നിങ്ങളിപ്പോൾ പ്രായമായി വരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്കൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ, ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്നുള്ള സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ നീറ്റ് ബാച്ചിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടി എടുത്ത് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ JEE ബാച്ചിൽ ജോയിൻ ചെയ്യാം. വേർത്തായിരിക്കും സാറാ പറയണത്. ഓക്കെ, നമുക്ക് താഴെ കാണുന്ന 7592092021 22 കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അവർ ഗൈഡ് ചെയ്ത് തരും എന്താണ് നിങ്ങളുടെ ഭാവി, എങ്ങോട്ട് പോകണം. എക്സാമിൻ്റെ ഫാമിലിയുടെ കൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്നിച്ച് പോവാം, ഞങ്ങൾക്ക് ഓക്കെയാണ് നിങ്ങൾ എന്നുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തോളൂ, അടിപൊളി ആയിക്കോളൂ, കോൺടാക്ട് ചെയ്തോളൂ, വിളിച്ചോളൂ, സംസാരിച്ചോളൂ. മറക്കണ്ട, നിങ്ങളുടെ സ്വപ്നം എന്താണ്, നിങ്ങളുടെ ഡ്രീം ജോബ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് എൻ്റെ മക്കൾ എന്ത് ചെയ്യും, ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, സാറ് വായിക്കാം. ഓക്കെ, അതിനാണെങ്കിൽ ഹാപ്പി ലേണിംഗ്, ഗുഡ് ബൈ.